വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഇതിന് ഒരു ഇൻട്രോ ഒന്നും കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ കഥാനായിക ഉണ്ടല്ലോ, ഈ രാഹുലിന്റെ വിഷയത്തിൽ തുടക്കം മുതൽ പണി വെച്ച് തുടങ്ങിയ ഒരുത്തി ഉണ്ടായിരുന്നു. തുടക്കം മുതൽ രാഹുലിനിട്ട് പണി കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഒരുത്തി ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്തവളെ പോലൊരുത്തി. പേര് പോലും പറയാൻ അവൾക്ക് ധൈര്യമില്ല. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും പറയാൻ പറ്റത്തില്ല. ആരാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. റിനി. റിനിയുടെ നേരത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇന്നലെ ഞാൻ വീണ്ടും കാണാനിടയായി. ഞാൻ ഇന്റർവ്യൂ കാണിച്ചതാണ്. പല ആൾക്കാരും അത് കണ്ടു കാണുമെന്ന് തോന്നുന്നുണ്ട്. ഒന്നും കൂടെ ഞാൻ അത് വെച്ച് തരാം. ഞാനൊരു ഇൻട്രോ ആയിട്ട് കൊടുക്കാത്തതിന്റെ റീസൺ, സാധാരണ എല്ലാ വീഡിയോക്കും ഞാനൊരു ഇൻട്രോ കൊടുക്കുന്നതാണ്, പക്ഷേ ഈ ഒരു വീഡിയോക്ക് കൊടുക്കുന്നില്ല. നിങ്ങളത് കാണണം. നിങ്ങൾ കാണണം എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഇൻട്രോ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ ഒന്നുമില്ല, പഴയതും എല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ഇപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ ഡൗട്ട് അടിച്ച് തുടങ്ങുന്നതൊക്കെ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ രാഹുൽ വന്നതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടെന്നറിയാം. ഓക്കെ, അപ്പോൾ രാഹുൽ പാലക്കാട് മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക. അത് ഞാൻ എൻ്റെ വീഡിയോ എപ്പോഴും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് ഒരു വോട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ലൈക്ക് ചെയ്യുക. പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ 4ാമത്തെ കേസ് കേട്ട് വീണ്ടും വരാൻ പോവാണ്, അങ്ങനെയാണ് പറയാൻ കഴിഞ്ഞത്. 4ാമത്തെ കേസ് ഇപ്പോൾ ഉടനെ തന്നെ. ഇപ്പം ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ എന്തോ ഒരു നെഗറ്റീവ് സംഭവം ഇപ്പോൾ പുറത്ത് വരാൻ പോവാ. അതിൻ്റെ ഇടയ്ക്ക് രാഹുലിനെ കൂടി ഇട്ടിട്ട് അതങ്ങ് മുങ്ങും. പിന്നെ അതുപോലെ തന്നെ ശബരിമല വിഷയങ്ങൾ, എൻ്റെ പൊന്നു ജനങ്ങളെ ഇപ്പോൾ പെൻഷനും അതും ഇതുമൊക്കെ കൂട്ടുന്നുണ്ട്. അംഗനവാടി ടീച്ചർക്ക് 1000, 500 ഒക്കെ 600 ഒക്കെ വെച്ച് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. 5 വർഷം നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. 5 വർഷം ഭരിച്ച് മുടിപ്പിക്കും. 5 അല്ല, 4.25 വർഷം മുടിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 3 മാസം ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ കിറ്റും അതൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ നാട്ടുകാരെ വെറും മണ്ടറാക്കുന്ന ഒരു പാർട്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ദേവി ചെയ്തിട്ട് ഇലക്ഷൻ വരുമ്പോൾ അറിഞ്ഞ് വോട്ട് ചെയ്യുക, അത്ര ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പം രാഹുൽ പാലക്കാട് മത്സരിക്കാൻ താല്പര്യമുള്ളവർ ലൈക്കായിട്ട് കൊടുക്കുക. ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമൻറ്റും കൂടെ കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക. സബ്ബൊക്കെ ഭയങ്കര കുറവാണ്. 20, 15, 25 ഒക്കെ സബ്ബുകൾ നമ്മുടെ വീഡിയോയിലാണ്. നമുക്ക് സബ്ബാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ കൂടുതലും കാണുന്നത്. നിങ്ങൾ ആൾക്കാരാണ്, അവിടെ നിങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിച്ചത് തന്നെ. അപ്പം നിങ്ങൾ എന്തായാലും സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഞാൻ റിനിയുടെ ഒരു വീഡിയോ വെച്ച് തരാം, നിങ്ങളതൊന്ന് കാണുക. കണ്ടിട്ട് ഇവളാണോ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് നടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ പറ. ഞാനൊരു വീഡിയോ വെച്ച് തരാം. അതായത് ഇപ്പോ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. ഓക്കെ, അപ്പം ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടെ ഒരു റൂം എടുത്ത് കഴിഞ്ഞാൽ അത് മറ്റു രീതിയിൽ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്നാണ് പുള്ളി ഉദ്ദേശിച്ചു വരുന്നത്. പക്ഷെ പെൺകുട്ടികൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു റൂം എടുത്തിട്ട് ചെറിയൊരു ഹഗിങ്ങോ ഒരു കിസ്സിങ്ങോ അങ്ങനെയുള്ള കാര്യത്തിനായിരിക്കും ചിലപ്പോൾ പെൺകുട്ടികൾ വരുന്നത്. ആണുങ്ങളാണ് ഈ കടന്നു കയറി ഇതുപോലുള്ള മോശമായിട്ടുള്ള പ്രകൃതിയിലും പ്രവൃത്തികൾ കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പലതരം ഇറങ്ങി അല്ലേ. ആൾക്കാർ പലതരമാണ്. ഇങ്ങനെയൊക്കെ കിസ്സിങ്ങും ഹഗ്ഗിങ്ങും ഒക്കെ പ്രതീക്ഷിച്ച് വരുമ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ നടന്നാൽ അല്ലെങ്കിൽ ശ്രമിച്ചാൽ അതിൻ്റെ അപ്പുറം നടക്കൂന്ന് ചിന്തിക്കുന്ന ആണുങ്ങളും ഉണ്ടെന്നും കൂടെ ഇനി ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കിസ്സിങ്ങും ഹഗ്ഗിങ്ങിനും മാത്രം പ്രതീക്ഷിച്ച് റൂം എടുക്കുവാണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ്. കാലം എങ്ങോട്ടാ പോകുന്നതെന്ന് ഈ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് നടക്കുന്ന റിനിക്ക് ഞാൻ പറയാതെ തന്നെ നല്ല രീതിയിൽ അറിയാമല്ലോ. അതേ റിനിയുടെ വായിൽ നിന്നാണ് ഇത് വീഴുന്നത്. ഈ അതേ റിനിയുടെ അപ്പം റിനി അപ്പം മുൻകൂട്ടി എന്തോ എറിഞ്ഞു കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. റിനി ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് ഞാൻ പ്രേക്ഷകർക്ക് കിട്ടുക. ഈ ഒരു സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു വ്യക്തിനെ കുറിച്ച്? ഞാനല്ല പറയേണ്ടത്, ഇവിടുത്തെ ജനങ്ങൾ അത് പറയേണ്ടത്. സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ, അതും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് വീട്ടിലെ അമ്മമാരും വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഈ പറയുന്ന ചേച്ചി പറയുന്ന ബാക്കി കാര്യങ്ങളോടെ കേൾക്കണം. കാരണം ഒരു സ്ഥിരതയില്ലാതെ വന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവരൊക്കെ എന്ത് മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കുന്നത്? ഒരു റൂം എടുക്കുന്ന കിസ്സിങ് ഹഗ്ഗിങ്ങിനും ഒക്കെയാണ് വേണ്ടി. അപ്പം നിങ്ങളും ഒട്ടും മോശമല്ലല്ലോ. അത് പ്രതീക്ഷിച്ചാ വരുന്നതെന്ന് എന്ത് സ്റ്റാൻഡേർഡ്, എന്ത് വിവരക്കേടാണ് ഇവർക്ക്? ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. എനിക്ക് തോന്നുന്നു രാഹുൽ റിജക്റ്റ് ചെയ്ത് ചിലപ്പോൾ ഇവരെ ആയിരിക്കും. അതിൻ്റെ വൈരാഗ്യം തീർക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു സീന വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. രാത്രി ഈ രാഹുലിനോട് സീക്രട്ട് ചാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ റീനയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ദിവസത്തെ പരിചയമുള്ളെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ എന്താ ബന്ധമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ പുരുഷൻ ഈ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ പുരുഷൻ ഫോഴ്സ്ഡ് ആയിട്ട്
ഈ രീതിയിലേക്ക് ഇതേത് എന്ത് ചെയ്യും. അപ്പൊ ഈ കൺസെന്റ് എന്ന് പറയുന്ന പല രീതിയിലുണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആ സ്ത്രീ പറയുന്നത് അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ആണുങ്ങളെ വിശ്വസിക്കാം, പക്ഷെ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് സ്ത്രീകളെ, കാരണം കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ ഈ കേസ് വന്നപ്പോൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം. അത് കേട്ടാ മതി. ഒരു ട്രോൾ വീഡിയോ ആണ്. ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ വെച്ച് ചെയ്തതാണ്. റീനയുടെ സംസാരത്തിനെ കുറിച്ച് കൊണ്ടല്ലേ. ഒരിക്കലും ഇതുപോലുള്ള ആൾക്കാരെ വിശ്വസിക്കരുത്. നമ്മൾ ആണുങ്ങൾ മണ്ടന്മാരാവത്തേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു റിലേഷൻ ആയി കഴിഞ്ഞിട്ട് എത്രയൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും അവസാനം വന്നിട്ട് വേണ്ടേ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. 10 ആൾ അറിയും, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നെങ്കിൽ വൈരാഗ്യങ്ങൾ തീർക്കും, അല്ലെങ്കിൽ എന്താ പറയണ്ട, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് പട്ടി വില കൊടുത്തിട്ട് പോകുന്ന കുറേ അവൾമാരുണ്ട്. എന്നിട്ട് അവസാനം ഇവൾമാരൊക്കെ തെണ്ടി കുത്തുവാള എടുക്കുമ്പോൾ വീണ്ടും പഴയ എടുത്തോട്ട് വരുമ്പോൾ അവൻ പീഡിപ്പിച്ചു അതാണെന്നും പറഞ്ഞിട്ട് ഓരോ കേസും മുടന്ന ന്യായങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു സമയമാകുമ്പോൾ എല്ലാം മനസ്സിലാവും. ഈ അച്ഛനും അമ്മയൊക്കെ ഉള്ളവരെ ഉള്ള കാലങ്ങൾ ചില ആൾക്കാർക്കൊക്കെ അച്ഛനും അമ്മയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന കൂടപ്പുറപ്പോ ബന്ധുക്കളോ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു അടിമയായിട്ട് നിൽക്കേണ്ട അവസ്ഥകളൊക്കെ വരുമായിരിക്കും. അതെന്താണെന്നറിയാമോ, ഇതുപോലെ തെറ്റ് ചെയ്യുന്ന അവൾമാരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്, അല്ലാതെ പാവങ്ങളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. പിന്നെ പരസ്പര സമൂഹത്തോടെ ചെയ്ത കുറേ കാര്യങ്ങളിലാണ് അതിനൊക്കെ വേറെ വളച്ചൊടിച്ച് ഏതൊക്കെ രീതിയിലോട്ട് പോകുന്നതെന്ന് ഓർക്കുമ്പോഴാണ് പുച്ഛം വരുന്നത്. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വെച്ചുതരാം. നമ്മുടെ അടൂർ എന്താ പറയുക, ചേട്ടൻ്റെ അടിപൊളി ഒരു ചാനലാണ് അടൂരൻസ് എന്ന് പറയുന്നത്. ഞാനത് ഇന്ന് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ചേട്ടൻ്റെ ഒന്ന് കയറി ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു, നമുക്ക് പിന്നെ സമയമില്ല, വീഡിയോ ഒന്നുമുണ്ട്. ഇന്ന് ഞാൻ കണ്ട് തുടക്കം അത് പറയാതെ കേട്ട് ഞാനങ്ങ് ചിരിച്ച് അത് ഞാൻ വെച്ച് തരാം. നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുലിന്റെ 3ാമത്തെ ഗർഭം, അതുമായി ബന്ധപ്പെട്ട കേസ് ചിരിച്ചു പോവുക ഗർഭത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ. കാരണം ആ കോടതിയുടെ ജഡ്ജ്മെന്റ് വായിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത്. എന്തായാലും അത് വേണമെന്ന് സൂചിപ്പിച്ചു പോവാം. 3ാമത്തെ ഗർഭവതിയായ ആ യുവമിഥുനം നേരെ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ റൂം എടുക്കുന്നു. 15 മിനിറ്റ് കഴിയുമ്പോൾ രാഹുൽ വരുന്നു. കണ്ടപാടെ രാഹുൽ ആദ്യം കോണ്ടം ഉപയോഗിച്ച് അവളെ റേപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കോണ്ടം ഇല്ലാതെ ഒന്നുകൂടെ റേപ്പ് ചെയ്യുന്നു. പിന്നെ പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള ലൈംഗിക വീഴ്ച നടത്തുന്നു. ഇതൊക്കെയാണ് രാഹുൽ ചെയ്തതായിട്ട് FIS വഴി SIT പറഞ്ഞിരിക്കുന്ന കാര്യം. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ പുള്ളി സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നിട്ട് പുള്ളി ചിരി വരുന്നെന്ന് പറയുന്നു. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സ്ത്രീകളൊക്കെ കാണുന്നത് എന്തായാലും കേസല്ലേ, കേസിന്റെ ഇതല്ലേ, നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങ് സംസാരിക്കാം. കോണ്ടം എന്തായാലും രാഹുൽ മാങ്കൂട്ടം ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് കോണ്ടവിടാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അപാരം തന്നെ. അല്ല, ഇത്രയും ക്രൂരമായിട്ട് ഒരാൾ പീഡിപ്പിക്കാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ ചേച്ചി ആ കോണ്ടവിടുന്ന സമയം മതിയായിരുന്നു ചേച്ചിക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി. അത്രയ്ക്ക് പോലും ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ എന്ന് പറയുമ്പോൾ എന്തൊന്നാണ് ഇതൊക്കെ. ആൾക്കാർ സത്യം ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്ന ഫാമിലീസൊക്കെ കാണുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. ഒരാൾ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അത് പുള്ളി ഇടാൻ കാണിച്ച ആ ഒരു മനസ്സേ എന്താ ചേച്ചി, അതൊന്നും നിങ്ങൾ ആരും കാണുന്നില്ലേ, നിങ്ങൾ ആരും ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പാവ പിടിച്ചവന്റെ അവസ്ഥ. ഇത് വേണം. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, രാഹുലിന്റെ അടുത്ത് കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഹസ്ബൻഡ് ഒരാളുണ്ടായിട്ട് അയാളെ വഞ്ചിച്ചിട്ടാണ് ആ സ്ത്രീ വന്നിട്ട് ഈ ഒരു തോന്നിവാസം കാണിച്ചത്. ഇനി ഞങ്ങളുടെ നാട്ടിലൊരു പേരുണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പം അത്രയും ദ്രോഹം ചെയ്ത ഒരു വ്യക്തിയാണ് അവർ. അവർക്കൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയും ഈ ഇവിടുത്തെ ന്യൂസ് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്നലെ ന്യൂസിലുള്ളവന്മാർ വെച്ച് രാഹുൽ എന്തെങ്കിലും ഈ പറ, രാഹുലിനെ പെടുത്തിയതാണോ തുലിച്ചതാണോ എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ടല്ലോ. ഇവന്മാരൊക്കെ തന്നെയല്ലേ ഈ പെടുത്തിയത്? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അല്ലേ? ഇവന്മാരൊക്കെ തന്നെയല്ലേ ഇവനെ പെടുത്തിയത്? എന്തുവാടേ ഇത്? ഒരു ഭർത്താവിനെ ചതിച്ചിട്ട് വന്നിട്ടാണ് ആ പെണ്ണ്, അതും ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞത് പോലുമില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സ്ത്രീയുടെ മൈൻഡ് എന്താണ്? ആ സ്ത്രീയെ വിശ്വസിക്കാൻ പറ്റുമോ? കോടതിയും ചോദിച്ച ചോദ്യം അതാണ്. അപ്പൊ അതിനൊന്നും ഉത്തരവില്ല. കേസ് കൊല്ലുപോലെ വിട്ട്, അതാണ് നേരത്തെ ഇത് വിട്ടാണ്, പിന്നെ ഒന്ന് അടങ്ങട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരനെ അതിനകത്ത് ജയിലിൽ തന്നെ ഇടുകയും ചെയ്തത്. കഷ്ടം. എന്നിട്ട് കുറെ എണ്ണം നാണം കെട്ടവന്മാർ ചീമോട്ട എറിയാനൊക്കെ അവിടെ വന്ന് നിൽക്കുന്നു. സ്വന്തം പാർട്ടിയിലുള്ളവന്മാരെ നന്നാക്കാൻ നോക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കുന്നതായിരിക്കും നല്ലത്. ചേട്ടൻ പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം. നമുക്കത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതിയുടെ വിധി വന്ന സമയത്ത് ആദ്യമായി ഓൺലൈൻ മാധ്യമത്തിൽ യൂട്യൂബിൽ അതുമായി വാർത്ത ചെയ്തത് നമ്മളാണ്. മറ്റാരും അതുവരെ അത് ചെയ്തിട്ടില്ലായിരുന്നു.
മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. 1-2 മിനിറ്റുകൾ എടുക്കാൻ താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങളോടൊപ്പം തന്നെ നമുക്ക് അത് ചെയ്യാൻ സാധിച്ചു. ആ രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ അതനുസരിച്ച് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കാലങ്ങളായിട്ട്, കഴിഞ്ഞ 8-9 മാസമായിട്ട് എന്നോട് സഹകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങളുടെയൊക്കെ ഇടയിൽ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ചെറിയ സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതൊരു നന്ദിയായി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും കാണുന്നില്ലേ, നമുക്ക് സബ് ചെയ്തേക്കണേ കയറി. പാവം പിടിച്ചൊരു മനുഷ്യനാ. ഓക്കെ, എന്തായാലും നമുക്ക് വേറൊരു കാര്യം വെക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് വെച്ചെന്ന് പറഞ്ഞാൽ, ഈ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും ആ രാഹുലിന് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സബ് മാത്രമേ ഉള്ളൂ. ഒരു സബ് അല്ലെങ്കിൽ ഒരു ലൈക്ക്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ന്യൂസും കാര്യങ്ങളും, നിങ്ങൾക്ക് എന്താ പറയുക, രാഹുലിന് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് ഈ മനുഷ്യനിൽ നിന്ന് കിട്ടുന്നുണ്ട്, രാഹുൽ ഈശ്വറിനെ കൊണ്ട് കിട്ടുന്നുണ്ട്, അങ്ങനെ പല ആൾക്കാരിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ഹൽത്തു വ്ളോഗ്സ് അവനെ കൊണ്ട് കിട്ടുന്നുണ്ട്, അവൻ നല്ല രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതുൽ വ്ളോഗ്സ് അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കാരണം ഇതൊക്കെ മീഡിയക്കാർ തഴഞ്ഞിടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് വരുന്നതും സംസാരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യം, രാഹുലിനെ ഏറ്റവും കൂടുതൽ തേജോവധം ചെയ്തതും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കപ്പെടാം എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഓരോ ഇടത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുമ്പോഴും ദൃശ്യങ്ങൾ പകർത്തിയും ഒക്കെ തന്നെ രാഹുലിനെ തേജോവധം ചെയ്തത് മാധ്യമങ്ങളാണ്. അതുകൊണ്ട് ജാമ്യത്തിലിറങ്ങി പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അതിന് പിന്നാലെ വന്ന മാധ്യമപ്പടയെ നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ പീഡന കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിലിൽ മോചിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂരിലെ വീട്ടിൽ എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ്. ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് രാഹുൽ വീട്ടിലെത്തിയത്. ഈ സമയം വീടിന്റെ കവാടത്തിൽ നിന്ന മാധ്യമപ്രവർത്തകരെ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. രാഹുലിന്റെ വാഹനം വീട്ടിലേക്ക് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനാണ് മാധ്യമപ്രവർത്തകർ എത്തിയത്. മൂന്നാമത്തെ പീഡന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത്. 18 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശത്തുള്ള കോട്ടയം സ്വദേശിയായ യുവതിയെ തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന പരാതിയിലായിരുന്നു അറസ്റ്റ്. ജനുവരി 11 പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് നാടകീയമായാണ് പോലീസ് ഒരു 4 പേരെങ്കിലും ജോലി അറിയിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഒരു ഓൺലൈനിൽ കൂടെ ഒരു പരാതി കിട്ടിയിട്ട് കേരളത്തിലെ പോലീസുകാർക്ക് ഇത്ര ഇതുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി. എന്നാലും 4 അവന്മാർ തൊപ്പി ഇറക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അതിനുള്ള എല്ലാം രാഹുൽ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം കാണിച്ചത് തോന്നിയ ദിവസമായിപ്പോയി. ഇപ്പൊ രാഹുൽ മൈലേജ് കൂടിയതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ രാഹുലിന് ശരിക്കും മൈലേജ് കൂടി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എൻ്റെ കോടതിയും അദ്ദേഹം നിരപരാധിയാന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടായി രാഹുൽ ഈശ്വരും ഇതിനുവേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ഒറ്റ വരും നാട്ടുകാർ പെടാ രസം. നാട്ടുകാർ മൊത്തം രാഹുലിന് സപ്പോർട്ട്, വീടിന് മൊത്തം പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസല്ല, അവിടുത്തെ നാട്ടുകാർ. മതിയല്ലോ, ഇതിക്കുള്ള എന്താ വേണം, മാമ്മ ചെയ്ത പുണ്യം, അല്ലാതെ ഇപ്പം എന്താ പറയാൻ, അത്രയേ ഉള്ളൂ. പിന്നെ അവരുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരുണ്ടെന്ന് പോലും ഇവിടുത്തെ ഒരു നാടുകളും മറ്റവന്മാരും സംസാരിച്ചില്ല, മീഡിയക്കാരുൾപ്പെടെ. ആ കണ്ട ഭർത്താവിനെ ചതിച്ച് കണ്ടവൻ്റെ കൂടെ കിടന്നുറങ്ങാൻ പോകുന്ന അവൾമാരെ പോലുള്ളവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനായുള്ള ഇവിടുത്തെ മീഡിയക്കാർക്ക് സമയം. പറഞ്ഞിട്ട് കാര്യമില്ല, നാടങ്ങനെ ആയിപ്പോയി. എന്തായാലും ജനങ്ങൾ രാഹുലിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഇനി എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വരുന്നതായിരിക്കും. ബൈ, ലവ് യു ഓൾ.